ശിവരാത്രി ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചാൽ എന്താണ് ഫലം എന്ന് ഒരുപാട് പേര് ചോദിച്ചു. വളരെ രസകരമായിട്ടുള്ളൊരു കഥ പറയാം. 1000 ഏകാദശിക്ക് തുല്യമാണ് അര ശിവരാത്രി എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പിന്നിൽ മഹാഭാരതത്തിൽ വളരെ രസകരമായിട്ടുള്ളൊരു കഥ പറയുന്നുണ്ട്. ഒരിക്കൽ മഹാഭാരതത്തിലെ ഭീഷ്മ പിതാമഹനെ കാണാൻ വന്ന ചിത്രഭാനു എന്ന് പറയുന്ന ഒരു രാജാവിന്റെ കഥയാണ്. അദ്ദേഹം പറയുന്ന കഥയിൽ ഒരു വേടൻ ഒരിക്കൽ വേട്ടയ്ക്ക് പോയി വഴി തെറ്റി കാട്ടിലൂടെ ദീർഘദൂരം സഞ്ചരിക്കുകയും അദ്ദേഹത്തിന് വീടെത്താൻ സാധിക്കാതെ വരികയും ചെയ്തു. അപ്പോൾ കാട്ടിലുള്ള ഈ ക്രൂര മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം ഒരു മരത്തിന് മുകളിൽ കയറിയിരുന്നു എന്ന് പറയുന്നു. ആ മരത്തിന് മുകളിൽ കയറിയിരുന്ന അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മൺകലം ഉണ്ടായിരുന്നു. അത് ഈ കയറുന്ന സമയത്ത് എപ്പോഴും പൊട്ടി അതിനകത്തൊരു ഓട്ട വീണു. ആ മൺകലത്തിൽ ഉണ്ടായിരുന്ന വെള്ളം അദ്ദേഹത്തിന്റെ ആ മൺകലത്തിൽ നിന്നും താഴേക്ക് ധാരധാരയായി പോകാൻ തുടങ്ങി. ഉറക്കം വരാതിരിക്കാൻ ഈ മനുഷ്യൻ ഇതിന് മുകളിൽ ഇരുന്ന് ഓരോ മരത്തിന്റെ ഇലയും പറിച്ച് താഴത്തേക്ക് എറിയാൻ തുടങ്ങി, ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്തപ്പോൾ വഴി അന്വേഷിച്ച് പോവുകയും ചെയ്തു. രസകരമായ കാര്യം, അദ്ദേഹം കയറിയിരുന്ന മരം ഒരു കൂവളമരമായിരുന്നുവെന്നും അദ്ദേഹം അർച്ചിച്ച ഈ ഇലകളെല്ലാം തന്നെ ആ മരത്തിന് താഴെ ഉണ്ടായിരുന്ന ഒരു ശിവലിംഗത്തിൽ പോയി വീണു എന്നാണ് പറയുന്നത്. ഒപ്പം അദ്ദേഹത്തിന്റെ ധാരധാരയായി വീണ ആ കുടത്തിലെ വെള്ളം ഭഗവാന് ധാരയായി കിട്ടിയെന്നും പറയുന്നു. അതിലൂടെ, ആ പുണ്യത്തിലൂടെ അദ്ദേഹത്തിന് പിറ്റേ ജന്മത്തിൽ രാജാവായി ജനിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അറിയാതെ വ്രതം അനുഷ്ഠിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് അത്രയും ഫലം കിട്ടിയിട്ടുണ്ടെങ്കിൽ അറിഞ്ഞ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ നമുക്ക് എത്രത്തോളം ഫലം കിട്ടും?